ഡോക്ടർ കെ ജയപ്രസാദ്, 3 പോയിന്റുകൾ. 1, ആധുനിക യുദ്ധതന്ത്രങ്ങൾ വിജയിച്ചു. 2, സൈന്യത്തിൻ്റെ വീര്യവും ശക്തിയും എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. 3, നമ്മുടെ യുദ്ധ സാമർഥ്യം എന്തെന്ന് തെളിഞ്ഞു. ഈ 3 വരികളിലും ഭാരതത്തിൻ്റെ ആക്രമണക്കരുത്തും പ്രതിരോധശേഷിയും ലോകത്തെ വെളിപ്പെടുത്താനായി എന്നോ അദ്ദേഹം ഉദ്ദേശിച്ചത്? പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദേശം പ്രധാനമായിട്ടും പാകിസ്ഥാനേക്കാൾ ഉപരി ലോകത്തോടാണ്. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ സംശയ നിവാരണവും പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. അതായത് ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ആ പാത, അതായത് ഡിപ്ലോമസിയുടെ തലത്തിലുള്ള എല്ലാ വഴികളും അടഞ്ഞതായിട്ട് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതായത് ഇനി ചർച്ച മറ്റൊരു വിഷയത്തിലുമില്ല, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ സംബന്ധിച്ചുള്ള വിഷയവും ഭീകരവാദവും മാത്രമാണ്. അതായത് നിലവിലുള്ള പാകിസ്ഥാൻ പുനർജനിച്ചാൽ മാത്രമേ നയതന്ത്ര രംഗത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ഒരു ചർച്ചയ്ക്ക് ഇനി സ്കോപ്പുള്ളൂ. അതായത് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഭീകര വിമുക്തമായ ഒരു രാജ്യമായി മാറണം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ എത്രമാത്രം കഴിയുമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ ഒരു കേന്ദ്രീകൃതമായ സോവറിൻ അതോറിറ്റി ഇല്ല. 4-5 ശക്തികളായി ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന് ഈ പ്രധാനമന്ത്രി പറഞ്ഞ കണ്ടീഷൻസിൽ വരാൻ പറ്റില്ല. അതിനൊരു പ്രധാന കാരണം പ്രധാനമന്ത്രി വളരെ അടിവരയിട്ട് പറയുന്നു, തീവ്രവാദത്തിന് നമ്മൾ ശക്തമായ മറുപടി നൽകും. ഇന്ത്യയുടെ പുതിയ നയം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഉറവിടം അവിടെ ചെന്ന് തന്നെയാണ് അത് നശിപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ തിരിച്ചടിച്ചിരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഇനി ഭാരതത്തോട് വേണ്ട. നമ്മുടെ പല സമാധാനകാംക്ഷികളും പറയുന്ന ഒരു വാദമാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ ഫോഴ്സാണ്, അവരോട് നമ്മൾ സംഘർഷത്തിന് പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, അതിന് സംശയമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന് സ്കോപ്പില്ല. അതുപോലെ തന്നെയാണ് തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന സർക്കാരിനെ തീവ്രവാദികൾക്ക് തുല്യമായിട്ട് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ എന്നല്ലെങ്കിൽ ഒരു സിവിലിയൻ ഗവൺമെൻറ് എന്നുള്ള ആനുകൂല്യത്തിലൂടെയുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലും ആ സർക്കാരുമായിട്ടുണ്ടാകില്ല. അതും പാകിസ്ഥാൻ നൽകുന്ന ശക്തമായ ഒരു ഉറപ്പാണ്. മറ്റൊന്ന്, ഇന്നത്തെ തിരിച്ചടി നിർത്തിയിട്ടില്ല, ഇത് തൽക്കാലം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് പാകിസ്ഥാന് വാണിംഗ് കൊടുക്കുകയാണ്, തൽക്കാലം പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നു, ഇത് നമ്മൾ തുടരും. അപ്പോൾ ഈ തരത്തിൽ വളരെയധികം ശക്തമായ രീതി. അപ്പോൾ ഇതുവരെ നമ്മൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഈ യുഗം യുദ്ധത്തിൻ്റേതല്ല. അദ്ദേഹം ഇന്ന് പുതുതായിട്ട് ആഡ് ചെയ്തു, ഈ യുഗം അല്ലെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റേതല്ല, മറിച്ച് അതുപോലെ തന്നെയാണ് ഇത് തീവ്രവാദത്തിൻ്റെയും കാലഘട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദത്തെ നമ്മൾ കാണാതെ അതിനെ ഫൈറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭാരതം ആ തരത്തിൽ നയതന്ത്ര രംഗത്ത് പുതിയ ഒരു പൊളിച്ചെഴുത്ത്. അപ്പം ഇതുവരെ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഒരുപാട് സമാധാനകാംക്ഷികൾ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക നീക്കത്തിനെതിരായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വളരെ ദുഃഖം തോന്നുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നു കഴിഞ്ഞു. അതിനൊക്കെയുള്ള മറുപടി പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. കാരണം ഒരു പുതിയ രാഷ്ട്രം, അതിൻ്റെ ശക്തി, അതിൻ്റെ സ്വയം ആർജിച്ച ശക്തിയും അതുപോലെ തന്നെ ആധുനിക വാർഫെയർ അതിലെങ്ങനെ മാത്രം അത് നടപ്പാക്കാൻ കഴിയുന്നു. പാകിസ്ഥാൻ്റെ ഏത് കോണിലും നമുക്ക് ഏതവസരത്തിലും ചെന്നെത്താൻ കഴിയും എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ അത് നമ്മൾ തെളിയിച്ചു കൊണ്ടാണ് നമ്മൾ 4 ദിവസം കൊണ്ട് ഈ ആക്രമണത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയത്. നമ്മൾ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ഷണറിയിലില്ല. അപ്പോൾ ഇന്ത്യ പാക് ബന്ധങ്ങളിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യയിലെ 2 പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇനിയൊരു നയതന്ത്ര രംഗത്തിലൂടെയുള്ളൊരു സൊല്യൂഷനോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ചർച്ചയിലൂടെയുള്ള സൊല്യൂഷനോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇന്നത്തെ പാകിസ്ഥാൻ അത് സമ്പൂർണ്ണമായ ഒരു പരിവർത്തനം നടത്തുകയും അത് സമാധാനത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഭരണഘടനാ സംവിധാനത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു രാജ്യമായി മാറുന്നത് വരെ പാകിസ്ഥാൻ്റെ ഈ നയം തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ലൈൻ അത് ലോകത്തിനാണ്. അപ്പോൾ നമ്മളോട് ആരും ഇനി സമാധാനത്തിൻ്റെ സന്ദേശം നമ്മളോട് പറയേണ്ടത് പാകിസ്ഥാനോടാണ് പറയേണ്ടത്. പാകിസ്ഥാനാണ് പിന്മാറേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ ഉറവിടത്തിൽ ചെന്ന് തന്നെ, മാത്രമല്ല പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ തീവ്രവാദ ശക്തികളും ഒന്നാണ്. അപ്പം നമ്മുടെ പലപ്പോഴും ക്രോസ് ബോർഡർ ടെററിസം സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ നമ്മൾ ഒരു തരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ
നമ്മുടെ രാജ്യം 1999 നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം കാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ പകച്ചു നിന്നു. ഓരോ ഭാരതീയനും വേദനയുണ്ടാക്കിയ നിമിഷമാണ് നമ്മൾ കീഴടങ്ങുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഭാരതം ആത്മാഭിമാനത്തോടെ ഭാരതത്തിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് അത് അതിശക്തമായ രീതിയിൽ ലോകത്തിന് മുന്നിലേക്ക് അത് നമ്മുടെ അയൽ രാജ്യമായ ചൈനയ്ക്കുള്ള സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവായിട്ടുള്ള തുർക്കിക്കുള്ള സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അങ്ങനെ അമേരിക്കയിൽ നിൽക്കുന്ന പല ശക്തികൾക്കും നമ്മൾ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇനി സംവാദത്തിൻ്റെയും ചർച്ചയുടെയും ഭാഷ ഭാരതം പാകിസ്ഥാനോട് സ്വീകരിക്കില്ല എന്ന് പറയുന്നില്ല. പാകിസ്ഥാൻ ഒരു പുനർജന്മം ഉണ്ടാകണം. പാകിസ്ഥാൻ കഴിഞ്ഞ 47 മുതൽ തുടരുന്ന ഈ അഗ്രസീവായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ സമീപനവും ഭാരതത്തിലെ വിഘടന പ്രസ്ഥാനങ്ങൾക്കും വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും നൽകുന്ന പിന്തുണയും അതിനെ നമ്മൾ ഇത്രയും നാൾ സമാധാനത്തിൻ്റെ പാതയിലൂടെ തുടർന്നു.